ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ പെരുന്നാൾ ലീവൊക്കെ കഴിഞ്ഞ് മക്കളുടെ സ്കൂൾ വീണ്ടും ഓപ്പൺ ആയി. അപ്പോൾ സ്കൂളുള്ള ദിവസത്തെ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ നൈഷുകുട്ടി മദ്രസയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് മദ്രസയൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചൊക്കെ പോകണം, ആ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് നല്ലോണം ഉണ്ട്. ഡെയിലി എണീറ്റ് കഴിഞ്ഞാൽ ഒരടക്കം കരച്ചിൽ കഴിഞ്ഞിട്ടേ മദ്രസയിൽ പോവുള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ എടുത്ത് കൊണ്ടുപോയി അവിടെ ആക്കി കൊടുത്ത് ഉസ്താദ് കയ്യും പിടിച്ചിട്ടാണ്ട് ഉള്ളിൽ കയറ്റി ഇരുത്തിയാലേ അവൾ കയറുള്ളൂ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ കരച്ചിൽ കൂടി വരാൻ തുടങ്ങി. അവളിങ്ങനെ കരയണ കാണുമ്പോൾ ഒരു പാവം തോന്നും കേട്ടോ. ഒന്നിപ്പോൾ വിടാണ്ടിരുന്നാലോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ വിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും അവൾക്ക് ആ മടി തന്നെ ആയിരിക്കൂലേ. ഇതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈയിടെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് അഗാരോൻ്റെ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ബ്രഷിനേക്കാളും അല്പം വണ്ണം കൂടുതൽ തോന്നിക്കുന്നുണ്ടെങ്കിലും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണ്. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതാണ് പവർ ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഓൺ ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് 5 ഡിഫറെൻറ്റ് ക്ലീനിങ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ്, ക്ലീന്, സെൻസിറ്റീവ്, പോളിഷ്, മസാജ് എന്നിങ്ങനെ 5 ക്ലീനിങ്. ഫസ്റ്റ് ഈ ഒരു പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബ്രഷ് ഓൺ ചെയ്തതിന് ശേഷം ആ ഒരു പവർ ബട്ടണിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു 5 ഡിഫറെൻറ്റ് മോഡുകളും ചേഞ്ച് ചെയ്യാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ 4 അഡീഷണൽ ബ്രഷ് ഹെഡ്സും ഒരു ഇൻഡൽഡൻ്റൽ ഹെഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു USB കേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചാർജർ കണക്ട് ചെയ്ത് ഇത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ബ്രഷ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ക്യാപ്പ് കൂടെ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കേട്ടോ. അതുപോലെ തന്നെ പല്ലും നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഇക്കാനെ കൊണ്ട് ചെയ്ത് കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇക്ക ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. ഫസ്റ്റ് ടൈം നമ്മളിത് യൂസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും കേട്ടോ. കാരണം നമ്മളിത് പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു ബ്രഷ് ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫസ്റ്റ് ടൈം നമ്മളെ പല്ലിൽ തട്ടുമ്പോൾ ഒരിക്കലും ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ ഈ നോർമൽ ബ്രഷൊക്കെ വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്ന ടൈമിൽ ഞാനൊക്കെ ബ്രഷിൽ നന്നായിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് പല്ല് നല്ലപോലെ ഉരച്ച് കഴുകാറുണ്ട് കേട്ടോ. എങ്കിലേ എനിക്ക് തൃപ്തി ആവാറുള്ളൂ. പക്ഷേ ഡെന്റിസ്റ്റ് പറയാം ഒരിക്കലും നമ്മൾ അങ്ങനെ നന്നായിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് ഉരച്ച് പല്ല് കഴുകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ മുകളിലുള്ള ആ ഒരു ഫ്ലഷൊക്കെ നീങ്ങി മുകളിൽ കയറി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ നല്ല സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യണം. പിന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടൊക്കെ വേണം ബ്രഷ് ചെയ്യാനൊക്കെ. നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്ന ടൈമിൽ അത് നമ്മുടെ പല്ലിൽ വെച്ചിട്ട് ഇതുപോലെ സാവകാശം അതൊന്ന് നീക്കി കൊടുത്താൽ മാത്രം മതിയാവും. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത് താനേ ചെയ്തോളും. ഇതിൽ സോണിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റിൽ 40,000 വരെ സ്ട്രോക്ക് ഇത് ചെയ്യും. ഈ ഒരു കാര്യം നോർമൽ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് ലെവൽ ക്ലീനിങ് ആണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. IPX7 വാട്ടർ പ്രൂഫാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളം വീണാൽ കേടായി പോകുമെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ഇത് നമുക്ക് ക്ലീനിങ് കഴിഞ്ഞാൽ കഴുകി വെക്കാവുന്നതാണ്. പിന്നെ ഇത് വെള്ളത്തിൽ മുക്കി വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്മാർട്ട് ടൈമർ നൽകിയിട്ടുണ്ട്. അതായത് ഓരോ 30 സെക്കൻഡിലും ഈ ഒരു ബ്രഷ് ചെയ്യുന്നത് പൗസ് ആവും. ഇതിൻ്റെ ഈ ഒരു വൈബ്രേഷൻ പൗസ് ചെയ്യും. അതിനുശേഷം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ടോട്ടൽ 2 മിനിറ്റ് കഴിയുമ്പോൾ അത് ഷട്ട് ഡൗൺ ആവും. കാരണം ഡെന്റിസ്റ്റുകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രഷിംഗ് ടൈമാണ് ഈ ഒരു 2 മിനിറ്റ്. മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ പല്ല് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ അനുവിനെ നെയ്ഷുവിനൊക്കെ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ അതാ നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ സോനു മദ്രസയിൽ പോകണ ആ ഒരു ടൈമിൽ തന്നെ ചോറ് വേവിക്കാൻ വേണ്ടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്, നേരെ റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മറ്റേ നെയ്പ്പത്തലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
നെയ്പത്തൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മട്ടരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ചധികം തന്നെ ഏകദേശം ഒരു 2 നാഴി അരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ ചിരവിയതും 1 സവാള കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള ആ ഒരു മടി കാരണം ഞാൻ വലിയ ഉള്ളി എടുത്തതായിരുന്നു. നെയ്പത്തലിലോട്ട് ഞാൻ സൈഡായിട്ട് ബീഫ് വരട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് അരിയും തേങ്ങയും ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം, 1/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ ഭയങ്കര ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷായി കിട്ടണം ആ ഒരു രീതിയിൽ. അതായത് നല്ല തരിതരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കി അരക്കരുത്. ഇതുപോലെ തരിയോട് കൂടിയിട്ട് വേണം നമ്മൾ നെയ്പത്തലിന് അരി അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കണ്ട. അരി അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 2-2.5 കപ്പോളം പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം പൊടി ചേർത്താലാണ് ഇത് നമ്മൾ കയ്യിൽ പരത്തിയെടുക്കാനൊരു പരുവത്തിലാവുക വെച്ചാൽ അത്രത്തോളം പൊടി ചേർത്തിട്ട് വേണം നമ്മളിതിങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ ഒരു മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കയ്യിലൊരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസും കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. അങ്ങനെ ഒരുപാട് വട്ടത്തിലൊന്നുമില്ല, ചെറിയ നെയ്പത്തലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓയിൽ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തെള്ളിയാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡും നന്നായിട്ട് പൊങ്ങി നമ്മുടെ നെയ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിലൊന്നും ഈ ഒരു നെയ്പത്തൽ അങ്ങനെ അധികം കണ്ടുവരാറില്ല. കണ്ണൂർ ഭാഗങ്ങളിലൊക്കെയാണ് തോന്നുന്നു അല്ലേ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. രാവിലെ തന്നെ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് മിക്കവാറും ഒഴിവാക്കാറാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇവിടെ കുട്ടികൾക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. പക്ഷേ രാവിലെ തന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വയറിനൊരു സുഖം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളും കൂടെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പേടിയാണ് കേട്ടോ അങ്ങനെയുള്ളതൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസമായിട്ട് എല്ലാവർക്കും നെയ്പത്തലും ബീഫും കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നെയ്പത്തലാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇക്ക ബീഫൊക്കെ ആയി വന്നപ്പോഴേക്കും കുറച്ച് ടൈം വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ആൺകുട്ടി നൈഷൊക്കെ മദ്രസ വിട്ടെത്തിയപ്പോഴേക്കും ബീഫ് വേവായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുക്കറിൽ നിന്ന് അതെടുത്ത പാടന്നെ അവർ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. രാവിലെ അനുക്കുട്ടി നൈഷൊക്കെ മദ്രസയിൽ പോണ ആ ഒരു ടൈമിൽ തന്നെ കുളിച്ച് മുടിയൊക്കെ ചീകി കെട്ടി യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോവാറ്. കാരണം മദ്രസ വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ പിന്നെ കുറച്ച് ടൈമേ അവർക്ക് കിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പിന്നെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാനും ആ ഒരു ഷൂവും സോക്സൊക്കെ ഇടാനൊക്കെ ഉള്ള ഒരു ടൈം മാത്രമേ ഇട്ടുണ്ടാവുക. അങ്ങനെ എന്താണെങ്കിലും അവരുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലുള്ള ടൈമിൽ മക്കളെ രാവിലെ സ്കൂളിൽ വിടുമ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. കാരണം എങ്ങാനും കുറച്ച് കഴുകി കഴിഞ്ഞാൽ കൂടെ തന്നെ എല്ലാ ഹെൽപ്പും ചെയ്യും. എപ്പോഴും ഞാൻ വിചാരിക്കട്ടെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവരെ 3 പേരെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഓർത്തിട്ട്. പക്ഷേ ആ ഒരു സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല കൂളായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം നൈഷുകുട്ടി മദ്രസയിൽ പോകാൻ തുടങ്ങിയപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ബസ് വരാനാകുമ്പോഴേക്കും ഇവരെ 3 പേരെ എങ്ങനെ റെഡിയാക്കുമെന്ന് ഓർത്തിട്ട്. ഇപ്പോൾ ഇവരെ രാവിലെ തന്നെ എല്ലാം ഒരുക്കി മദ്രസയിൽ വിടുന്നതിനെ കൊണ്ട് വലിയ ടെൻഷനില്ല. ബസ് വരാനാകുമ്പോഴേക്കും ഏകദേശമൊക്കെ റെഡിയാവാറുണ്ട്.
അങ്ങനെ മക്കളെ 3 പേരെയും സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ അതാ ഞാൻ ഇക്കാക്ക് നല്ല ചൂടോട് കൂടിയിട്ട് നെയ്പ്പത്തൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കുകയാണ്. നല്ല ചൂട് നെയ്പ്പത്തലും ബീഫ് വരട്ടും അടാറ് കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ ദാ ഞാനും ഇക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നെയ്പ്പത്തൽ നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. അരിപ്പൊടി വെച്ചിട്ടും പച്ചരി വെച്ചിട്ടും ഒക്കെ. എന്നാൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ചോറ് വെക്കണ പുഴുങ്ങലരി വെച്ചിട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരുകയും തുടക്കുകയും ചെയ്യണം. ഇന്നിപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇക്ക പിന്നെ ഓരോരോ അൽക്കുൽക്ക് പരിപാടിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. നാട്ടിൽ വന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മിസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാറിന് ഓരോന്ന് അഴിച്ചും ഫിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ആളങ്ങനെ നേരം കഴിച്ചു കിട്ടും. ഇന്നിപ്പോൾ ലഞ്ചൊന്നും റെഡിയാക്കാൻ വേണ്ടി നിൽക്കണില്ല. കാരണം 11 മണിയാകുമ്പോഴേക്കും ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡെൻറ്റിസ്റ്റിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടോ ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അത് അഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേങ്കിൽ പോയിട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അഴിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല്ലിന് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ഇട്ടതായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം ഫില്ലായിട്ടുണ്ട്. 10:45 ആയപ്പോഴേക്കും ഞാനും ഇക്കയും കൂടിയിട്ട് ഇതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ചെന്നപാടെ തന്നെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ ക്ലിപ്പ് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വേണം അയക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്ക് ഫുഡ് പെരിന്തൽമണ്ണ മസാലി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ മധുഹൂത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മധുഹൂത്തും ഇക്ക ചോറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചോറ് ഇക്കയാണ് എടുത്തുക്കണമെന്നുണ്ടെങ്കിലും ആ ചോറ് എത്തുമ്പോഴേക്കും അതിലുള്ള കൂട്ടാൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും. എനിക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെയുള്ള കൂട്ടാനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ചും അവിടുത്തെ കൂട്ടാനൊക്കെ ഭയങ്കര സ്പെഷ്യലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് പോയ വിവരം എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവർക്കും പുറത്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഇക്കാൻ്റെ അനിയനും വൈഫും ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് നമ്മളിതാ പെരിന്തൽമണ്ണ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിൽ പോവുകയും വേണം. രാത്രിക്കാലത്തെ ഫുഡും പുറത്തുനിന്ന് കഴിക്കണം, അതാണ് തീരുമാനം. അങ്ങനെ ഇതാ നമ്മൾ പെരിന്തൽമണ്ണ ഉള്ള NVO പാർക്കിലേക്കാണ് കേട്ടോ പോണത്. ഞാൻ മുമ്പും കുറേ മുന്നേ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു NVO പാർക്ക്. അപ്പോൾ ഇപ്പോൾ NVO പാർക്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. മുമ്പ് ഇവിടെ കുട്ടികൾക്ക് മാത്രമേ ടിക്കറ്റ് വേണ്ടിയിരുന്നുള്ളൂ. അതും 70 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ്. ഇപ്പോൾ കുട്ടികൾക്ക് 100 രൂപയും കൂടെ വരുന്ന മുതിർന്നവർക്ക് 20 രൂപയുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇതാ നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട പോസ്റ്റ് ആയിരിക്കും. പക്ഷേ കുട്ടികളെ പിന്നെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും കേട്ടോ. ഇവിടെ ആൺകുട്ടി നെയ്ഷൊക്കെ ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകണം എന്നുള്ള യാതൊരു വിചാരം ഉണ്ടാവില്ല. എപ്പോഴാണോ ഇത് ക്ലോസ് ചെയ്യണത് വെച്ചാൽ അപ്പോൾ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്രാവശ്യം നമ്മളെ ഇവക്കുട്ടി ഉണ്ട് കേട്ടോ. ഇവക്കുട്ടിക്കും ഇങ്ങനെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അവളെ വെച്ചപ്പോൾ അവൾക്കത് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം അതിൽ കൂടെ നടക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് അകത്ത് പോകാനൊന്നും സമ്മതിച്ചില്ല. നൈഷുകുട്ടി ഡ്രൈവിങ് പഠിക്കാമെന്നും പറഞ്ഞിട്ട് ആ കാറിനകത്ത് കയറിയിട്ട് ആ സ്റ്റിയറിംഗ് എടുത്തിട്ട് ഉപ്പച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ കട്ട പോസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഉപ്പ അവിടെ ഉപ്പാനെ കൊണ്ട് പറ്റണതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോനു ഓരോന്നിലും ഉപ്പാനെയും പിടിച്ച് വലിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. മക്കളുടെ കളി ഇപ്പോഴൊന്നും തീരൂല എന്ന് മനസ്സിലായപ്പോൾ ഞാനും ഒക്കെയും കൂടെ മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞിട്ടുണ്ട്. നൈഷുക്കുട്ടിക്ക് 1-2 നോട്ട്ബുക്കും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടെ ബിസ്മിയിൽ പോയിട്ട് അവിടുന്ന് അവൾക്ക് വേണ്ട നോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടക്ക് ഉപ്പ പോയിട്ട് അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചിക്കൻ റോളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പം അത് ചൂടുണ്ടായിരുന്നില്ല, അത് ചൂടാക്കി തരാൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയാം കേട്ടോ ഇക്ക.
എല്ലാത്തിലും കയറി ഓടിച്ചാടി ഒരുവിധം ക്ഷീണിച്ചപ്പോൾ പിന്നെ അവരിതാ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് സമ്മതിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോണ വഴി ബൈപ്പാസിൽ പേൾ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ, പേൾ ലഗോൺ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാ തോന്നുന്നു. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. അങ്ങനെ അവിടുത്തെ ഇരുന്നു രാത്രിക്കാലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ അവരുടെ സ്പെഷ്യൽ ഒരു ബീഫ് റൈസും പിന്നെ ബട്ടർ നാനും പൊറോട്ടയും നെയ്ച്ചോറും ബട്ടർ ചിക്കനും പിന്നെന്തോ ബീഫ് റോസ്റ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് ബീഫും പറ്റൂല, ഉമ്മാക്ക് ചിക്കനും പറ്റൂല. ഉമ്മ പക്ഷേങ്കിൽ ഈ ചിക്കൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഐറ്റംസും കഴിക്കും കേട്ടോ, എന്നും കഴിക്കും. പക്ഷെ ഉപ്പ അങ്ങനെയല്ല, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഉപ്പാക്ക് പറ്റുന്ന ഐറ്റംസ് മാത്രമേ ഉപ്പ കഴിക്കുള്ളൂ. ഇവമോൾ ഇവിടെ കാരായിട്ട് ഇരുന്നിട്ട് എല്ലാവർക്കും വാരി കൊടുക്കണം കേട്ടോ. ഓളെ വായിക്കൂടെ ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഓളുടെ മുന്നിലുള്ള പാത്രത്തിൽ നിന്ന് എല്ലാവരും വായിക്കോളാക്കി കൊടുക്കുന്നുണ്ട്. കാരായിട്ട് നെയ്ശക്കുട്ടിനൊക്കെ തീറ്റിച്ചൊരു ഭാഗത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴി നെയ്ശക്കുട്ടിക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.